Hi friends, welcome to my YouTube channel EduBoy. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള ഇഡിയംസിന് മാത്രമായിട്ടുള്ള വീഡിയോ സീരീസിൻ്റെ തേർഡ് പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്ന ഇഡിയം എന്ന് പറയുന്നത് ടേക്ക് എ ഫാൻസി ടു. Take a fancy to means start liking. എന്തിനോടെങ്കിലും ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഇഷ്ടം തോന്നി വരിക. To develop a fondness for something or to be attracted to something. ഇതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം വരുന്നതിനെയാണ് take a fancy to എന്ന് പറയുന്നത്. Start liking. For example, I have suddenly taken a fancy to detective stories. Mira's taken a fancy to Chinese food. അപ്പോൾ മനസ്സിലായില്ലേ, ഇഷ്ടമുള്ള കാര്യങ്ങളോട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളവയോട് അല്ലെങ്കിൽ അവയെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇഡിയമാണ് എന്തെന്ന് പറയുന്നത് ടേക്ക് എ ഫാൻസി ടു എന്ന് പറയുന്നത്. ടേക്ക് എ ഫാൻസി ടു മീൻസ് സ്റ്റാർട്ട് ലൈക്കിംഗ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ. വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ മീൻസ് ഇൻ എ ഫെയർ വേ. വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മാന്യമായ, തുല്യമായ, ഈക്വലായ, ഫെയറായ ഒരു രീതിയിൽ എപ്പോഴും ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന എന്നുള്ള ഒരു അർത്ഥം വരുന്നതാണ് എന്തെന്ന് പറയുന്നത് വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ജഡ്ജ് മെയ്ഡ് ഹിസ് ഡിസിഷൻ വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ. മുഖം നോക്കാതെയുള്ളൊരു നടപടിയെന്ന് നമുക്കൊക്കെ സൂചിപ്പിക്കാം അല്ലേ. അനദർ എക്സാമ്പിൾ, ദ അപ്പോയിൻമെന്റ്സ് ആർ മെയ്ഡ് വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇഡിയത്തിൻ്റെ ഒരു മീനിങ് വരുന്നത് വെച്ചാൽ ജസ്റ്റിസ്, ഫെയർനെസ്, ഇക്വാളിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി മാന്യമായ ഒരു രീതിയിൽ എന്നുള്ള അർത്ഥം വരുന്ന ഇഡിയമാണ് എന്തെന്ന് പറയുന്നത് വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഫാർ ആൻഡ് വൈഡ്. ഫാർ ആൻഡ് വൈഡ് മീൻസ് ഓവർ എ ലാർജ് ഏരിയ. ഒരു വലിയ പ്രദേശത്ത് നിന്ന് ഇൻ എവറി ഡയറക്ഷൻ, എവ്രിവെയർ, എല്ലായിടത്തും, എല്ലാ ദിശയിൽ നിന്നും, over a large area. For example, far and wide encourages and inspires travelers of all types to get the most out of their journeys. Another example, if people came from far and wide, they come from a large number of places. Okay, so once again, far and wide means over a large area. അപ്പോൾ നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് over the moon. Over the moon means extremely pleased and happy. അതായത് എന്താണ്? അമിതമായ സന്തോഷം ഉണ്ടാവുക അല്ലേ. ടു ബി എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ഒക്കെ ആവുക. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് ഓവർ ദ മൂൺ എന്ന് പറയുന്നത്. ഒരു തുള്ളിച്ചാടുന്ന അവസ്ഥ, സന്തോഷം കൊണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ, ഷി വാസ് ഓവർ ദ മൂൺ അബൌട്ട് വിത്ത് ഹെർ ന്യൂ ബൈക്ക്. ഹി ഈസ് ഓവർ ദ മൂൺ അബൌട്ട് ഹിസ് ന്യൂ ജോബ്. So once again, over the moon means extremely pleased and happy. അമിതമായ സന്തോഷത്തിന് ഇടയാവുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് hold firm. Hold firm means believe strongly. ഉറച്ച വിശ്വാസം. നമുക്ക് ഒരു ഉറച്ച തീരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് നമ്മളുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടാകും. We have to remain in the same place or at the same level. For example, they are holding firm on their decisions. So once again, hold firm means believe strongly. ഉറച്ച വിശ്വസിക്കുക. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് in fits and starts. In fits and starts means not continuously. ഒരു തുടർച്ചയും ഇല്ലാത്ത. That means if something happens in fits and starts, it's often stops and then starts again. അതായത് ഇങ്ങനെ നിന്നും തുടങ്ങിയും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥയ്ക്കാണ് എന്തെന്ന് പറയുന്നത് ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറയുന്നത്. ഒരു തുടർച്ചയില്ലാത്ത, നോട്ട് കണ്ടിന്യൂസ്ലി. ഫോർ എക്സാമ്പിൾ, ഹി സ്റ്റേസ് ആബ്സെന്റ് മൈൻഡഡ് മോസ്റ്റ് ഓഫ് ദി ടൈംസ് ആൻഡ് സ്പീക്സ് ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. ഓക്കെ, വൺസ് അഗൈൻ, ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് മീൻസ് നോട്ട് കണ്ടിന്യൂസ്ലി, ഒരു തുടർച്ചയും ഇല്ലാത്ത, വിട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ, വീണ്ടും വരേണ്ടി വരുന്ന ഒരു അവസ്ഥ. സോ അതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറയുന്നത്.
അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് സ്റ്റാൻഡ് ഫേം. സ്റ്റാൻഡ് ഫേം മീൻസ് റെഫ്യൂസ് ടു ചേഞ്ച് ഒപ്പീനിയൻസ്. സ്വന്തം തീരുമാനങ്ങളെ മാറ്റാനായിട്ട് നിരസിക്കുക. അതായത് നമ്മൾ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുക, ശക്തമായി നിൽക്കുക, നമ്മളുടേതായ ഒരു തീരുമാനത്തിൽ തന്നെ ശക്തമായി നിൽക്കുക. അതിനെയാണ് സ്റ്റാൻഡ് ഫേം എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, the council is standing firm against the protest. Another example, the government continued to stand firm on and no concessions were made. അതായത് എന്താണ്? If you stand firm on your decision, you are more likely to get something you wanted. നമ്മൾക്ക് ശക്തമായ ഒരു നിലപാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് തന്നെ നമുക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ലഭിക്കുക തന്നെ ചെയ്യും. So once again, stand firm means refuse to change opinions. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഓൺ ദ ഫ്ലാറ്റ്. ഓൺ ദ ഫ്ലാറ്റ് മീൻസ് ഓൺ ഗ്രൗണ്ട് ലെവൽ, അതായത് നമ്മുടെ തറനിരപ്പിൽ തന്നെ, നിരപ്പുള്ള സ്ഥലം എന്നുള്ള അർത്ഥമൊക്കെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഓൺ ദ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, I would actually recommend building the house into the side of the hill. If you build it on the flat at the bottom, you run the risk of flooding. So once again, on the flat means on ground level. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് fly the coop. Fly the coop means escape from a place. ഒരു സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുക. അതെന്തെങ്കിലുമൊക്കെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതാകാം, ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നതാകാം. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ആയി പോകുന്നത്, രക്ഷപ്പെട്ടു പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫ്ലൈ ദ കൂപ്പ് എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, he was never happy living at home with his parents. So as soon as possible he flew the coop. Another example, all my children have flown the coop now. ആരും അറിയാതെ ഉള്ളൊരു കാര്യത്തിനാണ് എസ്കേപ്പ് എന്ന് പറയുന്നത്. രഹസ്യമായ ഒരു കാര്യമാണ് എസ്കേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആരും അറിയാതെ സാവധാനം രക്ഷപ്പെട്ടു പോവുക, ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോവുക. സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു മീനിങ് വരുന്ന ഇഡിയമാണ് എന്തെന്ന് പറയുന്നത് ഫ്ലൈ ദ കൂപ്പ് എന്ന് പറയുന്നത്. സോ വൺസ് അഗൈൻ, ഫ്ലൈ ദ കൂപ്പ് മീൻസ് എസ്കേപ്പ് ഫ്രം എ പ്ലേസ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്ന ഇഡിയമാണ് ഫ്ലൈ ഇൻ ദ ഫേസ് ഓഫ്. ഫ്ലൈ ഇൻ ദ ഫേസ് ഓഫ് മീൻസ് ഒപ്പോസ്, എതിർക്കുക. ടു ചാലഞ്ച് someone or something, or to go against someone or something. അപ്പോൾ ഇതിനെയൊക്കെയാണ് ആരെങ്കിലും എന്തിനെങ്കിലും ഒക്കെ എതിർക്കുക അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളൊരു മീനിങ് വരുന്ന ഇഡിയമാണ് എന്തെന്ന് പറയുന്നത് ഫ്ലൈ ഇൻ ദ ഫേസ് ഓഫ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, യു ഹാഡ് ബെറ്റർ നോട്ട് ഫ്ലൈ ഇൻ ദ ഫേസ് ഓഫ് ദ കമ്മിറ്റി. അപ്പോൾ നമ്മുടെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒപ്പോസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഫ്ലൈ ഇൻ ദ ഫേസ് ഓഫ് എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വൺസ് അഗൈൻ, ഫ്ലൈ ഇൻ ദ ഫേസ് ഓഫ് മീൻസ് ഒപ്പോസ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഹോൾഡ് ദ ഫോർട്ട്. ഹോൾഡ് ദ ഫോർട്ട് മീൻസ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി. എന്തിൻ്റെയെങ്കിലുമൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ എ സിറ്റുവേഷൻ വൈൽ അനദർ പേഴ്സൺ ഈസ് ടെമ്പററിലി ആബ്സെന്റ്. ആരുടെയെങ്കിലും ഒക്കെ അഭാവത്തിൽ ഒരു കാര്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഹോൾഡ് ഫോർട്ട് എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, the three of you will be holding the fort in the kitchen tonight. Another example, government forces managed to hold the fort. Okay, so once again, hold the fort means have the responsibility. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഓൺ ദ ഫ്രിഡ്സ്. ഓൺ ദ ഫ്രിഡ്സ് മീൻസ് നോട്ട് വർക്കിംഗ്, അതായത് പ്രവർത്തിക്കുന്നില്ല, നിലവിൽ ആ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ മാൽ ഫങ്ഷനിങ് ആണ്, വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. സോ നോട്ട് വർക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നിലവിലത്തെ അതിൻ്റെ സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് എന്തെന്ന് പറയുന്നത് ഓൺ ദ ഫ്രിഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അവർ വാഷർ ഈസ് ഓൺ ദ ഫ്രിഡ്സ്. സോ ഐ ആം ഓൺ മൈ വേ ടു ദ ലൗണ്ട്രോമാറ്റ്. അപ്പോൾ സാധാരണയായിട്ട് ഈ ഒരു ഇഡിയം യൂസ് ചെയ്യുന്ന വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇലക്ട്രോണിക് ഡിവൈസസോ അങ്ങനെയുള്ള സാധന സാമഗ്രികളൊക്കെ തകരാറിലാവുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇഡിയം സാധാരണഗതിയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓൺ ദ ഫ്രിഡ്സ് മീൻസ് നോട്ട് വർക്കിംഗ്, നിലവിൽ അത് പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ എന്തോ തകരാറുണ്ട്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് കം ടു എ ഫുൾ സ്റ്റോപ്പ്. കം ടു എ ഫുൾ സ്റ്റോപ്പ് മീൻസ് സ്റ്റോപ്പ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായും
തീർന്നു പോവുക. That is, to end, especially because of some problems. For example, it is a very strange book. You are in the middle of the story and it suddenly comes to a full stop. എന്താണ്? അപ്രതീക്ഷിതമായി അത് തീർന്നുപോയി അല്ലെങ്കിൽ അവസാനിച്ചു പോയി. സോ കം ടു എ ഫുൾ സ്റ്റോപ്പ് മീൻസ് സ്റ്റോപ്പ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായും നിന്നു പോവുക അല്ലെങ്കിൽ തീർന്നു പോവുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ടു ദ ഗിൽസ്. ടു ദ ഗിൽസ് മീൻസ് കംപ്ലീറ്റ്ലി ഫുൾ, അതായത് പൂർണ്ണമായും നിറഞ്ഞ ഒരു അവസ്ഥ. ഈ കംപ്ലീറ്റ്ലി ഫുൾ എന്ന് പറയുന്ന ഒരു മീനിങ് നമ്മൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ് അല്ലേ. ഒരുപാട് ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താണ്, ഒരുപാട് നമ്മുടെ വയറ് നിറഞ്ഞു പോയി. പിന്നെ ഒരു ബാഗിനകത്ത് സാധനം നമ്മൾ ഈ ഡ്രസ്സൊക്കെ സാധാരണ പാക്ക് ചെയ്ത് വെക്കുന്നത് കണ്ടില്ലേ, അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അപ്പോൾ അതെന്താണ് ഒരുപാട് ഇടിച്ചമക്കിയൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികളുടെയൊക്കെ ബാഗിനകത്ത് ബുക്സ് അടുക്കി കൊണ്ട് പോകുന്നുണ്ട് കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് ഒട്ടും തന്നെ സ്ഥലം കാണാറില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ. സോ കംപ്ലീറ്റ്ലി ഫുൾ, പൂർണ്ണമായും നിറഞ്ഞ ഒരു അവസ്ഥ. അപ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു ദ ഗിൽസ് എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി കെയിം ഇൻ വിത്ത് എ സ്യൂട്ട് കേസ് പാക്ഡ് ടു ദ ഗിൽസ് വിത്ത് സാമ്പിൾസ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ പ്രോഡക്ട്സ്. അപ്പോൾ ഒന്നുകൂടി പറയാം, റിപ്പീറ്റ് ചെയ്യാം. ടു ദ ഗിൽസ് മീൻസ് കംപ്ലീറ്റ്ലി ഫുൾ, പൂർണ്ണമായും നിറഞ്ഞ അവസ്ഥ. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് മേക്ക് ഫൺ ഓഫ്. മേക്ക് ഫൺ ഓഫ് മീൻസ് ലാഫ് അറ്റ്, കളിയാക്കുക. അല്ലെങ്കിൽ എന്താണ്, ടീസ് ഓർ ജോക്ക് അബൌട്ട് സമ്മൺ ഇൻ എ മോക്കിംഗ് ഓർ അൺകൈൻഡ് വേ. ആരെങ്കിലും കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം പറയുന്ന രീതിയിൽ നമ്മൾ എന്താണ് ഒരു എന്തെങ്കിലും വർത്തമാനം പറയുക. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത് മേക്ക് ഫൺ ഓഫ് എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ അതർ ചിൽഡ്രൻ മെയ്ഡ് ഫൺ ഓഫ് ഹെർ ബിക്കോസ് ഷി വാസ് ഓൾവേസ് സോ സീരിയസ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കളിയാക്കി സംസാരിക്കുക അല്ലെങ്കിൽ കളിയാക്കി ചിരിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു മോശം പ്രവൃത്തിയല്ലേ. ഇറ്റ് ഈസ് ലൈക്ക് ബീയിങ് അൺകൈൻഡ് ടു സമ്മൺ. സോ വൺസ് അഗെയിൻ, മേക്ക് ഫൺ ഓഫ് മീൻസ് ലാഫ് അറ്റ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് എ ഗുഡ് ഫ്യൂ. എ ഗുഡ് ഫ്യൂ മീൻസ് എ ഫെയർലി ലാർജ് നമ്പർ ഓഫ് ഓർ സെവറൽ, ധാരാളമായ, സമൃദ്ധമായ, എണ്ണത്തിൽ കൂടുതലുള്ള എന്നൊക്കെ അർത്ഥം വരുന്ന അതാണ് ഇഡിയമാണെന്ന് പറയുന്നത് എ ഗുഡ് ഫ്യൂ എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വി സാറ്റ് ദെയർ ഫോർ എ ഗുഡ് ഫ്യൂ മിനിറ്റ്സ്. സോ വൺസ് അഗെയിൻ, എ ഗുഡ് ഫ്യൂ മീൻസ് സെവറൽ, ധാരാളം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഗെറ്റ് ഇൻ ടു ഗിയർ. ഗെറ്റ് ഇൻ ടു ഗിയർ മീൻസ് സ്റ്റാർട്ട് വർക്കിംഗ്, പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഓർ ടു സ്റ്റാർട്ട് ടു ഡീൽ വിത്ത് സംതിങ് ഇൻ ആൻ ഇഫക്റ്റീവ് വേ, വളരെ കാര്യക്ഷമമായ രീതിയിൽ ഒന്നിനോട് ഒരു കാര്യത്തോട് സമീപിക്കുന്നു. എന്ന് വെച്ചാൽ എന്തോ ഒരു കാര്യം ചെയ്തു പോയാൻ താമസിച്ചു പോയി, അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ് വരുന്ന ഇഡിയമാണ് എന്തെന്ന് പറയുന്നത് ഗെറ്റ് ഇൻ ടു ഗിയർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദേ സ്റ്റാർട്ടഡ് ദിസ് വൺ സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഇൻ ടു ഗിയർ. Another example, he took a while to get into gear and find his place. So once again, get into gear means start working. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഔട്ട് ഓഫ് ഗിയർ. ഔട്ട് ഓഫ് ഗിയർ മീൻസ് ഔട്ട് ഓഫ് കൺട്രോൾ, നിയന്ത്രണാതീതമായി മാറുക. കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ നിയന്ത്രണാതീതം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ഔട്ട് ഓഫ് ദ ഗിയർ എന്നത്. ഫോർ എക്സാമ്പിൾ, the strikers have thrown out of gear many of our important industries. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിയന്ത്രണാതീതമായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ഔട്ട് ഓഫ് ഗിയർ എന്ന ഇഡിയം. ഔട്ട് ഓഫ് ഗിയർ മീൻസ് ഔട്ട് ഓഫ് കൺട്രോൾ. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഗ്രീൻ വിത്ത് എൻവി. ഗ്രീൻ വിത്ത് എൻവി മീൻസ് വെരി ജലസ്, വളരെ അസൂയ ജനിപ്പിക്കുന്ന. അപ്പോൾ എങ്ങനെയാണ്, ഏതൊരവസ്ഥയിലാണ് നമ്മൾ ജലസ് ആവുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ജലസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ബിക്കമിങ് അൺഹാപ്പി ബിക്കോസ് സമ്മൺ ഹാസ് സംതിങ് ദാറ്റ് യു വോണ്ട്. നമ്മളുടെ കയ്യിലില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ അധികമായി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം മറ്റുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ കാണുമ്പോൾ നമ്മൾക്ക് എന്ത് വരും? അസൂയ ഉണ്ടാകാം. അല്ലെങ്കിൽ നമുക്ക് കഴിയാത്തൊരു കാര്യം മറ്റൊരു വ്യക്തിയിൽ കാണുമ്പോൾ നമുക്ക് അസൂയ ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ഗ്രീൻ വിത്ത് എൻവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
For example, my daughter loves being on stage. So she's just green with envy that Alice got that lead in. Another example, his new car makes me green with envy. Okay, so once again, green with envy means very jealous. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് കം ഇൻ ഹാൻഡി. കം ഇൻ ഹാൻഡി മീൻസ് ടു ബി വെരി യൂസ്ഫുൾ. വളരെ ഉപയോഗപ്രദമായി മാറിയേക്കാവുന്ന. നമുക്കൊന്നിനെയും നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല അല്ലേ? എപ്പോഴാണ് നമുക്ക് യൂസ്ഫുള്ളായി വരുന്നതെന്ന് ഒരു സന്ദർഭത്തിൽ നമുക്ക് ഊഹിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലും ഉപയോഗപ്രദമായേക്കാം എന്ന് മീനിങ് വരുന്ന ഒരു ഇഡിയമാണ് എന്തെന്ന് പറയുന്നത് കം ഇൻ ഹാൻഡി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, the sort of junk that might come in handy one day. So once again, come in handy means to be useful. അപ്പോൾ അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് come in GUSTER. come in GUSTER means fail. പരാജയപ്പെടുക അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു തോൽവി. For example, these shoes are too big and caused me to come a GUSTER as I was walking down the street. So come a GUSTER means fail. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് make a hash of. make a hash of means do badly. മോശം പ്രവൃത്തി ചെയ്യുക. that is do badly. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുക. For example, the new writer made a hash of his first assignment. അതായത് എന്താണ്, വന്നു ചേർന്ന ഒരു അവസരം അല്ലെ ഒരു ജോലി, അപ്പോൾ ആ ജോലിയിൽ തന്നെ ആദ്യമായി കിട്ടിയ ഒരു അവസരം അസൈൻമെന്റ് എന്ന് പറയുന്നതാണ്, അത് അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അതിൽ ഫുൾ എഫർട്ട് ഇടാതെ അത് മോശമാക്കി കളഞ്ഞു. അപ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് മൂലമോ അല്ലെങ്കിൽ ഒരു മോശം പ്രവൃത്തി മൂലം എന്താണ് നോക്കുക തന്നെ പരാജയം സംഭവിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മീനിങ് വരുന്ന ഇഡിയമാണ് എന്തെന്ന് പറയുന്നത് മേക്ക് എ ഹാഷ് ഓഫ്. ഇറ്റ് മീൻസ് ഡു ബാഡ്ലി. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഹെയിൽ ആൻഡ് ഹാർട്ടി. ഹെയിൽ ആൻഡ് ഹാർട്ടി മീൻസ് സ്ട്രോങ് ആൻഡ് ഹെൽത്തി. വളരെ ആരോഗ്യമുള്ളതും കരുത്തുള്ളതുമായ. In Roper's good health as in after her long bout with pneumonia, I was glad to see her hale and hearty. അപ്പോൾ ഏകദേശം രണ്ടും ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ തരണം ചെയ്ത് സർവൈവ് ചെയ്ത് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു യൂസേജ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല പരിപൂർണമായ ആരോഗ്യസ്ഥിതി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഹെയിൽ ആൻഡ് ഹാർട്ടി. ഹെയിൽ ആൻഡ് ഹാർട്ടി മീൻസ് സ്ട്രോങ് ആൻഡ് ഹെൽത്തി. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഹോൾഡ് ഗുഡ്. ഹോൾഡ് ഗുഡ് മീൻസ് ടു ബി ട്രൂ. വിശ്വസനീയമായ, സത്യസന്ധമായ, വാലിഡായ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മീനിങ് വരുന്ന ഒരു ഇഡിയമാണെന്ന് പറഞ്ഞാൽ ഹോൾഡ് ഗുഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹിസ് വ്യൂസ് സ്റ്റിൽ ഹോൾഡ് ട്രൂ ടുഡേ. അല്ലേ, അതായത് എന്താണ്, ടു ബി സ്റ്റിൽ വാല്യുബിൾ, ഇന്നും വിലമതിക്കാവുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്ന. Once again an example, these assurances only hold good while he remains in the office. Another example, the law must hold good for every person in society. So hold good means to be true. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് get hold of. Get hold of means contact or find something. ഇതിന് ഏകദേശം രണ്ട് മീനിങ് വരുന്നുണ്ട് ഇതിന്. അതായത് ഒന്ന് എന്ന് പറയുന്നത് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് സംവൺ, ആരെങ്കിലുമായിട്ട് ആശയവിനിമയം നടത്താനായിട്ട് തയ്യാറാവുക അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് തയ്യാറാവുക. മറ്റൊന്നെന്ന് പറയുന്നത് ഫൈൻഡ് സംതിങ്, എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുക. ഓർ ടു ഗെറ്റ് പൊസഷൻ ഓഫ് സംതിങ്, എന്തിനെങ്കിലും ഇതിലുള്ള പ്രാവീണ്യം അല്ലെങ്കിൽ ആധിക്യം നേടിയെടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇഫ് യു കാൺറ്റ് ഗെറ്റ് ഹോൾഡ് ഓഫ് റൈപ്പ് ടൊമാറ്റോസ്, ആഡ് സം ടൊമാറ്റോ സോസ്. Another example, I haven't talked to her in years, so I wouldn't know how to get hold of her anymore. So get hold of means contact or find something. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് in a hole. In a hole means in a difficult situation. വളരെ പ്രയാസമേറിയ ഒരു സന്ദർഭത്തിൽ പെട്ടിരിക്കുന്നു, ഒരു പ്രശ്നത്തിലകപ്പെട്ടിരിക്കുന്നു. If you say that you are in a hole, you mean that you are in a difficult or an embarrassing situation. എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് അല്ലേ, അതിപ്പോൾ എന്ത് വേണമെങ്കിലും ആകാം. സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ഇതെന്ന് പറയുന്നത് ഇൻ എ ഹോൾ. ഫോർ എക്സാമ്പിൾ, ഐ എം റിയലി ഇൻ ദ ഹോൾ ആഫ്റ്റർ ദാറ്റ് നൈറ്റ് അറ്റ് ദ കാസിനോ. Another example, that vacation was great except that I am totally in the hole. So in a hole means in a difficult situation, വളരെ പ്രയാസമേറിയ ഒരു സന്ദർഭം വന്നു ചേരുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയം
A honest nest. So a honest nest means a difficult situation. ഇതും in a hole എന്ന ഇഡിയമിന്റെ ഏകദേശം അതേ മീനിങ് തന്നെ വരുന്ന ഒരു ഇഡിയമാണ് എ ഹോണസ്റ്റ് നെസ്റ്റ്. പിന്നെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, പ്രയാസമേറിയ ഒരു സന്ദർഭം. ഹോണറ്റ് എന്ന ഒരു ബേർഡ് ഉണ്ട്. അപ്പോൾ ആ ബേർഡിന്റെ നെസ്റ്റിനെ ഉദാഹരണമാക്കിയാണ് ഈ ഒരു ഇഡിയം വന്നിരിക്കുന്നത്. അതായത് പെട്ടുപോയ ഒരു അവസ്ഥ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. സോ എ ഹോണസ്റ്റ് നെസ്റ്റ് മീൻസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇത്രയുമാണ് ഇഡിയംസിന്റെ തേർഡ് പാർട്ട് സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ സീരീസ് ഇനിയും തുടരുന്നതാണ്. താങ്ക് യു.